യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് അറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് യേശു പഠിപ്പിച്ചു. യേശുവിൻ്റെ ശിഷ്യരുടെ കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ആളായിരുന്നു യോഹന്നാൻ എന്ന് മനസ്സിലാക്കാം. പിന്നീട് ബൈബിൾ പഠിച്ചവർ യോഹന്നാനെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിച്ചു. തുടക്കത്തിൽ അദ്ദേഹം യേശുവിനെ അംഗീകരിക്കാത്തവരെ ഉടനടി ശിക്ഷിക്കണമെന്ന നിലപാടെടുത്തിരുന്ന വ്യക്തിയാണെങ്കിൽ യേശുവിൻ്റെ സ്നേഹം അദ്ദേഹത്തിൽ വരുത്തിയ മാറ്റം വളരെ വലുതായിരുന്നു. പാപം മൂടിക്കിടന്ന ലോകത്തെ മുഴുവൻ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനന്തവ്യാപ്തി അദ്ദേഹം ഗ്രഹിക്കുകയും അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ ആവോളം ശ്രമിക്കുകയും ചെയ്തു. യേശുവിൽ ഒരുവനായി കഴിഞ്ഞാൽ അവനിലെ വെറുപ്പിൻ്റെ സ്വഭാവം മാറി ഏത് നിഷ്ഠൂരനോടും ക്ഷമിക്കാനും അവനെ സ്നേഹിക്കാനും ആരംഭിക്കും. ദൈവം സ്നേഹമാകിയാൽ ദൈവത്തിൽ വസിക്കുന്നവനും സ്നേഹിക്കാതിരിക്കാൻ കഴിയുകയില്ല. ദൈവം നമ്മിൽ വസിക്കുന്നതിനാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സുഗന്ധം പരത്തണം. അങ്ങനെ ചെയ്യുന്നെങ്കിൽ ആ വ്യക്തി ജീവനിൽ വസിക്കുന്നു എന്ന് ഉറപ്പാണ്. എന്നാൽ ഒരുവൻ ദൈവത്തിൽ വസിക്കുന്നു എന്ന് വിശ്വസിക്കുകയും അവനിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വഭാവം, പ്രത്യേകിച്ച് സ്നേഹം പുറപ്പെടുന്നുമില്ലെങ്കിൽ അതിനർത്ഥം അവൻ മരണത്തിൽ വസിക്കുന്നു എന്ന് യോഹന്നാൻ വ്യക്തമാക്കുന്നു. കാരണം ദൈവം തന്നിൽ വസിക്കുമ്പോൾ സ്വാഭാവികമായി പുറപ്പെടേണ്ട സ്നേഹം പുറപ്പെടാതിരിക്കുന്നെങ്കിൽ അതിനർത്ഥം അവനിൽ ദൈവം വസിക്കുന്നില്ല എന്നാണ്. ആകയാൽ ആത്മീയ ജീവൻ അവനിൽ ഇല്ല. ദൈവത്തിൻ്റെ ഉപാധികളില്ലാത്ത സ്നേഹമാണ് നമ്മുടെ രക്ഷയ്ക്ക് കാരണമായത്. അതിഭാരമുള്ള പാപക്കടം മുഴുവൻ എടുത്തു കളഞ്ഞത് ആ സ്നേഹം നിമിത്തമാണ്. നാം ശിക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ദൈവം തൻ്റെ പുത്രനെ ക്രൂശിൽ കൈവെടിഞ്ഞു. നമ്മുടെ ശിക്ഷ യേശു തന്നിൽ ഏറ്റുവാങ്ങി. ദൈവസ്നേഹത്തിൻ്റെ പാരമ്യം ക്രൂശിൽ ദർശിച്ച നാം സ്നേഹത്തിലൂടെ മാത്രമേ ഇനി എന്തും നോക്കിക്കാണുകയുള്ളൂ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.